സുകുമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ നന്ദനോട് പറഞ്ഞ് അവസാനിപ്പിച്ച് ചന്ദ്രോത്തിൻ്റെ പടി ഇറങ്ങുകയാണ്. ദേവികയെ 100% സിദ്ധാർത്ഥൻ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയം തൻ്റെ മരുമകൾ എന്നേക്കുമായിട്ട് പടിയിറങ്ങുന്നതിൽ സഹിക്കാനാവാതെ പ്രഭയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. ദേവികയോട് പോകണ്ട എന്ന് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അങ്ങനെ ദേവിക പോയതിനു ശേഷം നന്ദനോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് പ്രഭാവതി. ദേവിയാണെങ്കിൽ നേരെ ആ ഫയലുമായിട്ട് ചെന്ന് കാണുന്നത് പാർട്ടി നേതാവിനെയാണ്. അയാളോട് തൻ്റെ അച്ഛനെയും തന്നെയും അപമാനിച്ച തനിക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് ആ ഫയൽ തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദേവി നേരെ പോകുന്നത് തൻ്റെ വീട്ടിലേക്കാണ്. മുരളിയാണെങ്കിൽ ദേവികയെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം മുരളിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവികയുടെ ഭാഗത്താണ് ശരിയെന്ന്. അങ്ങനെ ദേവിക പോയതിനു ശേഷം നന്ദനാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. നന്ദൻ പ്രഭാവതിയോട് സംസാരിക്കാനായിട്ട് താഴത്തേക്ക് വരുന്നു. പ്രഭയാണെങ്കിൽ എന്നോടൊരു അക്ഷരം പോലും നീ മിണ്ടിപ്പോവരുത്, ഈ ചെയ്തത് കുറച്ച് കടുത്തുപോയി. ഫയൽ എടുത്തു മാറ്റിയത് ഇസബല്ലയ്ക്കാണ്, ആയിക്കോട്ടെ, പക്ഷേ അതൊക്കെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. നീയും അവളും എന്തിനാ ഒരുമിച്ചൊരു റൂം എടുത്ത് ട്രിപ്പാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയത്, അതും മറ്റാരോടും ഒരു വാക്ക് പോലും പറയാതെ. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ദേവിക ഇപ്പം ചെയ്തത് ശരിയാണ്, പക്ഷേ എൻ്റെ മകൻ്റെ ജീവിതം കൺമുന്നിൽ തകർന്നു പോകുന്നത് കാണാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അവളോട് ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത്. എന്ത് പറഞ്ഞാലും നന്ദ, ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരിക്കലും നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അമ്മയും എന്നെ തെറ്റുകാരനായിട്ട് കാണുകയാണോ എന്നൊക്കെ നന്ദൻ ചോദിക്കുന്നു. അല്ലാതെ പിന്നെ ഒരു പെണ്ണുമായിട്ട് ഒരു രാത്രി ഫുള്ളും ഒരു റൂമിൽ കഴിയുക? അമ്മേ നിർത്ത്, ഞാനൊരിക്കലും എൻ്റെ ദേവിയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണില്ല. അത് അങ്ങനെ സംഭവിച്ചു പോയി. AC വർക്കാവാത്തത് കൊണ്ട് മാത്രമാണ് ഞാനും ഇസബല്ലയും ഒരു റൂമിൽ കിടന്നത്. അതും രാവിലെ ആയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇസബല്ല എന്നോടൊപ്പം കിടക്കുന്ന കാര്യം. അങ്ങനെ നന്ദനാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്തൊക്കെയായാലും ഒരു പെണ്ണിനും സഹിക്കാനായിട്ട് കഴിയില്ല നന്ദൻ ഈ ഒരു കാര്യം. എന്തായാലും ഇനി നിൻ്റെ ജീവിതം നിൻ്റെ കയ്യിൽ തന്നെയാണ്. എല്ലാ എടുത്തുചാട്ടങ്ങൾക്കും ഇടയിൽ അവസാനം നിൻ്റെ ജീവിതമാണ് കൈവിട്ട് പോയിരിക്കുന്നതെന്നൊക്കെ നന്ദനോട് പ്രഭാവതി പറയുന്നു. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ തുടർന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നന്ദനാണെങ്കിൽ ആകെ ദേഷ്യമാണ് വരുന്നത്. കാരണം തൻ്റെ എല്ലാമായ ദേവിക അവൾ കാരണം കൊണ്ട് പടി ഇറങ്ങിയിരിക്കുന്നു. ഒരു പൂജക്കുഞ്ഞിനെ പോലെ ഇസബല്ല പറയുന്നതെല്ലാം തന്നെ അനുസരിക്കുന്ന നന്ദന് കിട്ടുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ദേവികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ തയ്യാറെടുക്കുകയാണ്. പെട്ടിയും മറ്റുമൊക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ മാധവനും രാധികയ്ക്കും ആകെ പേടി തോന്നുന്നുണ്ട്. ശാരികയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അങ്ങനെ മാധവനും രാധികയും ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്ത് പറ്റിയെന്ന്. ഇസബല്ലയും ഒപ്പം നന്ദനെ കണ്ട കാര്യങ്ങളും ഗിരീഷേട്ടൻ നന്ദനെ തല്ലിയതും മറ്റും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് ദേവി. ഫയൽ മോഷ്ടിച്ചതും നന്ദു തന്നെയാണ്. ഇപ്പോൾ ഇസബല്ലയുടെ കയ്യിലാണ് നന്ദുവിൻ്റെ കടിഞ്ഞാൻ. എന്തുകൊണ്ടും ഇനി നന്ദുമൊത്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നും നന്ദുവിൻ്റെ മനസ്സിൽ ഇസബല്ലയാണെന്നുള്ള കാര്യം ദേവിക തുറന്നു പറയുന്നു. ഇത് കേട്ട് രാധികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ്. മോളെ എന്താ നീ പറയുന്നത്? അതെ അമ്മേ, ഇനി ഞാൻ ചന്ദ്രോത്ത് വീട്ടിലേക്കില്ല, അവിടുത്തെ മരുമകളല്ല. ഞാനും നന്ദുവും പിരിയാൻ പോകുന്നു. ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാനായിട്ട് ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടി കേൾക്കുമ്പോൾ രണ്ടുപേരും ആകെ തകർന്നു പോവുകയാണ്. ശാരികയാണെങ്കിൽ അത് ശരിയെന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വേണം ചേച്ചി, ഇതുപോലെ ആയിരിക്കണം പ്രതികരിക്കേണ്ടതെന്നൊക്കെ. നമ്മൾ പെണ്ണുങ്ങൾക്ക് കരുത്തൊട്ടത്ത് തെളിയിച്ച് കൊടുക്കണമെന്നൊക്കെ ശാരി പറയുന്നു. പിന്നീട് ദേവി മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി പറയുകയാണ്. തൻ്റെ MLA സ്ഥാനം എന്നേക്കുമായിട്ട് രാജിവെക്കാൻ പോവുകയാണ്. CMന് ഫയൽ കൊടുത്തതിന് ശേഷം ഞാൻ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കും. കാരണം നന്ദനും ഞാനും എന്തിനാ പിരിഞ്ഞു എന്നുള്ള ചോദ്യം വരും. അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. MLAയുടെ ഭർത്താവ് അതാണിപ്പോൾ നന്ദൻ. എനിക്ക് വയ്യ എല്ലാവരോടും ഉത്തരം പറയാനായിട്ടെന്ന് പറഞ്ഞ് ദേവികയാണെങ്കിൽ തൻ്റെ മനസ്സിലെല്ലാ വിഷമങ്ങളും തുറന്നടിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാം കിടിലൻ